ഹലോ നോക്കി നമുക്കിന്നൊരു 2-3 കേക്കിൻ്റെ വർക്ക് കാണാം കേട്ടോ. ഫസ്റ്റ് വരുന്ന കേക്ക് 1 kg വെയിറ്റ് വരുന്ന കേക്കാണ്. കേക്കിൻ്റെ ഫ്ലേവർ ചോക്ലേറ്റ് ആട്ടോ. നമുക്കൊരു ഹാർട്ട് ഷേപ്പിൽ ചെയ്യാനാട്ടോ പറഞ്ഞത്. നമുക്കൊരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയ കേക്കാട്ടോ. അപ്പോൾ നമ്മളത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേ. കാരണം ഈ കേക്ക് ഹാർട്ട് ഷേപ്പിൽ വേണോ ചെയ്യാൻ. അപ്പോൾ നമുക്ക് നല്ലോണം സെറ്റായിട്ട് വേണം കട്ട് ചെയ്യാൻ. സെക്കൻഡ് വരുന്ന കേക്ക് ഒരു 1/2 kg ഉള്ള ബട്ടർ സ്കോച്ച് കേക്ക് ആട്ടോ. ഇത് എൻ്റെ അങ്കിളുടെ ആൻറ്റിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. അവർക്ക് ബട്ടർ സ്കോച്ച് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ ഫ്ലേവർ എടുത്തുന്നേ ഉള്ളേ. ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ബട്ടർ സ്കോച്ച് കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ സോസിൻ്റെ ഒപ്പം കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഫില്ലിങ്സിൽ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ആൽമണ്ടും കാഷ്യൂവും കൂടെ വന്ന പ്രലയനാട്ടോ ഫില്ലിങ്സിന് കൊടുത്തേക്കണേ. പിന്നെ കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതും ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച്. അടുത്ത കേക്ക് ഒരു ചോക്ലേറ്റ് കേക്കാണ്. വെയിറ്റ് 1/2 kg ആട്ടോ. ഇത് പെട്ടെന്ന് വന്നൊരു ഓർഡർ ആട്ടോ. റെഗുലർ കസ്റ്റമേഴ്സ് ആരെങ്കിലും പെട്ടെന്നൊരു കേക്ക് വന്നാൽ എത്ര തിരക്കാണെങ്കിലും ഞാനത് മാക്സിമം ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇത് പിന്നെ 1/2 kgയുടെ ഒരു ബേസ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു പിറ്റേ ദിവസം കൊടുക്കാനുള്ളത്. അപ്പം ഞാൻ അതെടുത്തിട്ട് വേഗം സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. രാവിലെ വിളിച്ചിട്ട് വൈകുന്നേരം വേണമെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ കേക്ക് 1 kg വരുന്ന ബട്ടർ സ്കോച്ച് കേക്കാണ്. ഇതൊരു ഫോട്ടോ പ്രിൻ്റ് കേക്കായിരുന്നു കേട്ടോ. ഇത് പിന്നെ നേരത്തെ തന്ന ഓർഡർ ആട്ടോ. ഇതെൻ്റെ കസിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു കസിൻ ചേച്ചി എന്നെ ഓർഡർ ചെയ്ത കേക്കാട്ടോ. ഫോട്ടോ പ്രിൻ്റ് കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ കേക്ക് നല്ലോണം കൂളായിട്ട് വേണം കേട്ടോ ഫോട്ടോ പ്രിൻ്റ് വെച്ച് കൊടുക്കാനായിട്ട്. നോർമലി ഞാൻ ഫോട്ടോ പ്രിൻ്റ് കേക്ക് 7 ഇഞ്ചിലാട്ടോ ചെയ്യാറ് 1 kg കേക്ക് വരുമ്പോൾ. പക്ഷേ ഇത് ഞാൻ 8 ഇഞ്ചാട്ടോ ചെയ്തേക്കണേ. അത് കാരണം കുറച്ച് വെയിറ്റ് കൂടുതലും ഉണ്ട്. പറഞ്ഞല്ലോ എൻ്റെ കസിനാണ്. അപ്പോൾ ആൾക്കാർ കൂടുതലുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. കേക്കിൻ്റെ സൈസിനേക്കാളും ഒരു ഇഞ്ച് കുറവാട്ടോ ഫോട്ടോ പ്രിൻ്റ് എപ്പോഴും എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 8 ഇഞ്ച് കേക്കിന് 7 ഇഞ്ചാട്ടോ ഫോട്ടോ പ്രിൻ്റ് എടുത്തേക്കണേ. ഇത് നമ്മൾ ആദ്യം ചെയ്ത കേക്കില്ലേ, ആ ചോക്ലേറ്റ് കേക്ക്, അത് നമ്മൾ ഹാർട്ട് ഷേപ്പിൽ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ആ കേക്കാട്ടോ. എൻ്റെ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ മോൾഡ് ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഇങ്ങനെയാട്ടോ ചെയ്യാറ്. എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഞാൻ ഹാർട്ട് ഷേപ്പ് കേക്ക് ഉണ്ടാക്കണതാട്ടോ ഇവിടെ ഒരാൾക്ക് ഇഷ്ടം. കാരണം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമല്ലോ, അത് കഴിക്കാനാണ് എപ്പോഴും വന്ന് സൈഡിൽ നിൽക്കുക. ഇത് നമ്മൾ 1/2 kg വരുന്ന ചോക്ലേറ്റ് കേക്ക് കേട്ടോ. ഇത് 8 വയസ്സുള്ളൊരു മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയാണ്. അപ്പോൾ അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നെ ഞാൻ അവന് സ്പൈഡർമാൻ ഇഷ്ടമായിരിക്കും എന്ന് വിചാരിച്ച് ആ ഒരു തെമിൽ ചെയ്യാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ കേക്ക് കാണുമ്പോൾ അവന് ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എക്സ്ട്രാ ചാർജ് ചെയ്യാറില്ല കേട്ടോ. കാരണം ഓൾറെഡി എൻ്റെ കയ്യിൽ എന്തെങ്കിലും പ്രിൻ്റൊക്കെ ഉണ്ടാവും. അപ്പം ഞാനതൊക്കെ വെച്ച് ചെറുതായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടാട്ടോ കൊടുക്കാറ്. അങ്ങനെ നമ്മൾ സ്പൈഡർമാൻ്റെ തീം വെച്ച് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. പ്രിൻ്റ് എടുക്കുമ്പോഴത്തേക്കും എന്തായാലും സൈഡിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിൽ ഞാൻ ബട്ടർഫ്ലൈ പിന്നെ ഇങ്ങനത്തെ സ്പൈഡർമാനൊക്കെ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ ചെറിയ ഗേൾസിൻ്റെയൊക്കെ പിക്കൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഉപകാരപ്പെടുമല്ലോ. നമ്മൾ ചോക്ലേറ്റ് കേക്കിനേക്കാളും ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു വെറൈറ്റി ആയില്ലേ, കുട്ടികൾക്ക് ഇഷ്ടാവും ചെയ്യും. ഇതും 1/2 kg വരുന്ന ഒരു കേക്കാട്ടോ. ഇതൊരു ആനിവേഴ്സറി സെലിബ്രേഷന് വേണ്ടി ചെയ്തതാണ്. ഇതും ഡിസൈൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പം നമ്മൾ ആനിവേഴ്സറി തീമിൽ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ. ഫോണ്ടറ്റിൻ്റെ ഹെർട്സ് ആണ് മുകളിൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കേക്ക് പ്യുർ വൈറ്റിൽ തന്നെയാണ് കേട്ടോ ചെയ്തേക്കണേ. നമ്മൾ ഈ ഡിസൈൻ 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ചിലർ സെയിം ഇതുപോലെ തന്നെ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്യേണ്ടി വന്നാണ്. ഇത് പിന്നെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യണതാണ്. തിരക്കുടിച്ച സമയങ്ങളിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസൈനൊന്നും മനസ്സിൽ വരാതെ വരുമ്പോൾ ഞാൻ ഇത് പരീക്ഷിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ ഡെലിവറി ചെയ്യേണ്ട കേക്കുകളാണ്. നമ്മൾ 100% കേക്ക് ഡെലിവറി ചെയ്യുകട്ടോ ചെയ്യാറ്. പിന്നെ ഹാർട്ട് ഷേപ്പിൽ വരുന്ന കേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഹാർട്ട് ഷേപ്പ് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. പിന്നെ ആനിവേഴ്സറി കേക്ക് റെഡ് വൈറ്റ് തീമിലാണ് വേണ്ടതെങ്കിലും ഞാൻ ക്രീമിൽ റെഡ് കളർ കൊടുത്തങ്ങനെ ചെയ്യാറില്ല കേട്ടോ. കാരണം ക്രീമിൽ റെഡ് കളർ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം കളർ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പം ഞാൻ റെഡ് വേണ്ടി വരുമ്പോഴൊക്കെ ജസ്റ്റ് ഫോണ്ടൻറ്റ് വെച്ചിട്ടാട്ടോ ഡെക്കറേറ്റ് ചെയ്യാറ്. ഇത് പിന്നെ ഒരു ലൈറ്റ് പച്ച ഷെയ്ഡിൽ ചെയ്യാമെന്ന് വിചാരിച്ചേ. വളരെ സിമ്പിളായിട്ട് ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. നോസിൽ വെച്ച് ഫ്ലവർ വരയ്ക്കാൻ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഒപ്പിച്ചു എന്ന് തോന്നി. അത് റോസറ്റ ഡിസൈൻ കൊടുക്കാമെന്ന് ഓർത്തെങ്കിലും അതിനേക്കാളും കുറച്ചും കൂടെ ഭംഗി ഇതായിരിക്കും എന്ന് വിചാരിച്ചാട്ടോ ഇങ്ങനെ കൊടുക്കാമെന്നൊക്കെ. എപ്പോഴും എനിക്ക് ഫോട്ടോ പ്രിൻറ്റ് കേക്ക് ചെയ്യുമ്പോൾ എത്രണ്ണം ചെയ്തിട്ടുണ്ടെങ്കിലും ഫോട്ടോ പ്രിൻറ്റ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ടെൻഷനാട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അളവെടുത്തപ്പോൾ സംഭവിച്ചാട്ടോ ക്രീം മുഴുവനും അതിലേക്ക് പോകുന്നത്. കാരണം ഫോട്ടോ പ്രിൻറ്റ് കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ പിന്നെ അത് നമുക്ക് അനക്കാൻ പറ്റില്ല കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ കറക്റ്റ് പൊസിഷൻ അളന്നിട്ടൊക്കെ വേണം ഇത് ജസ്റ്റ് വെച്ച് കൊടുക്കാൻ. എൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല. അത് ചരിഞ്ഞ് പോയാലോ നീങ്ങിപ്പോയാലോ എന്നൊക്കെ ഓർത്ത് പേടിയാട്ടോ. പിന്നെ ഈ കേക്കിൻ്റെ കളർ കോമ്പോയും ഇതൊക്കെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്താട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോ പ്രിൻറ്റ് കേക്കിൽ അധികം ഡെക്കറേഷനൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെറുതായിട്ട് അലങ്കാരപ്പണികളൊക്കെ ചെയ്ത്. ഞാനൊരു പച്ചയാണ് ഉദ്ദേശിച്ചെങ്കിലും ചെയ്ത് വന്നപ്പോൾ ഒരു നീലയായിട്ടോ. ഞാൻ ടർക്കോയ്സ് കളറാണ് ക്രീമിൽ ചേർത്തത്. പക്ഷേ എങ്ങനെ ഒരു നീലയായെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കേണ്ട കേക്കാണ്. ഇതും ഞാൻ
ഇപ്പം ചെയ്ത കേക്കിൻ്റെ ബാക്കി ഒന്ന് ആ ക്രീം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത കേട്ടോ. കുറച്ച് പിങ്കും കൂടെ ആഡ് ചെയ്ത്. പിന്നെ ഞാൻ മാറ്റർ സൈഡിൽ ഇങ്ങനെ കുത്തി നിർത്തുക കേട്ടോ ചെയ്തത്. പിന്നെ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ അക്രലിക്കിൻ്റെ ഒരു ടോപ്പറും വെച്ച് പിന്നെ ബീഡ്സും കൂടെ ഇട്ട് അധികം ഓവറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, സിമ്പിളായിട്ട് ചെയ്തേക്കണേ. പിന്നെ അതിലും കുറച്ച് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ടെടുത്ത് ഒരു അക്രലിക്കിൻ്റെ ടോപ്പർ നേരത്തെ വെച്ചില്ലേ അത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചേ. അത് 2 എണ്ണം വെച്ചിട്ട് പിന്നെ മാറ്റർ എഴുതി നമ്മൾ കേക്കിൻ്റെ ബോർഡിലാട്ടോ വെച്ച് കൊടുത്തത്. അങ്ങനെ നമ്മൾ ആ കേക്കും സെറ്റ് ചെയ്തേ. അത് കുറച്ച് ലോങ്ങിലേക്ക് പോകേണ്ട കേക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു 2 kg വരുന്ന ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം. ബീറ്ററിൻ്റെ പോലെ ആവശ്യമില്ല. പിന്നെ ഞാൻ സ്റ്റാൻഡ് ബീറ്റർ ഉള്ളത് കാരണം അതിൽ ചെയ്യുന്നുള്ളേ. ബീറ്റ് ചെയ്യണം, ഓവനിൽ ചെയ്യണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ചെയ്യണം 2 kg കേട്ടോ. നമുക്ക് 1 kgയിലും ചെയ്യാം കേട്ടോ. ഞാൻ ഈ ചെയ്യാട്ടോ എന്ന് പറയണത് കുറച്ച് പേര് പറയുന്നുണ്ട്, പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വന്ന കേട്ടോ. ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കേക്ക് ചെയ്യാനും എളുപ്പമാണ്, എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ക്യാരറ്റ് കേക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് ഞാൻ ഡേറ്റ്സ് വിളയിച്ച് വെച്ചേക്കും കേട്ടോ. നോർമൽ ഡേറ്റ്സ് ഇട്ട് കൊടുക്കണേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കേക്കിലേക്ക് അത് മെൽറ്റായി നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ. പിന്നെ വേണമെങ്കിൽ കുറച്ച് അരിഞ്ഞു വിടാം, അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ബൈറ്റ് കിട്ടുകയും ചെയ്യും. ഞാൻ ഇങ്ങനെ വിളയിച്ച് ചേർക്കണോണ്ട് നമ്മൾ കേക്കിലേക്ക് കുറച്ചും കൂടെ കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ മതിയേ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ സെയിം കേക്ക് തന്നെ നമുക്ക് ആട്ടയിൽ ചെയ്യാം, പിന്നെ നമുക്ക് ബട്ടർ യൂസ് ചെയ്തിട്ട് ചെയ്യാം, അങ്ങനെ പല ഇതിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ റേറ്റ് ചിലപ്പോൾ വ്യത്യാസം വരുവേ. ഇത് നമുക്ക് പീസാക്കേണ്ട കേക്കായതുകൊണ്ട് ഞാൻ കാഷ്യൂനട്ട് വളരെ പൊടിച്ചാട്ടോ ചേർത്തേക്കണേ, അല്ലെങ്കിൽ നമുക്ക് മുറിക്കുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാട്ടോ. അതിന് ടോപ്പിൽ കുറച്ച് വൈറ്റ് എള്ള് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുക്കണ്ട കേട്ടോ. പിന്നെ ഇതിന് നോർമൽ കേക്കിനേക്കാളും